ഏകദേശം 15ഓളം പ്രാവശ്യം ഞാൻ മരിച്ചു പോയിട്ടുണ്ട്. ആരൊക്കെയോ എന്നെ കൊന്നിട്ടുണ്ട്. എനിക്കൊരു അസുഖം പിടിച്ചപ്പോൾ 15 പ്രാവശ്യം ആളുകളൊക്കെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ എൻ്റെ 16 അടിയന്തരം നടത്തി. അങ്ങനെ സ്വന്തം മരണം കണ്ട് സ്വന്തം കണ്ണുകളിപ്പോയ ഒരാളാണ് ഞാൻ. അൽ സലീം കുമാർ. അപ്പം എന്തിനു വേണ്ടിയാണ് കൊന്നത് എന്നെനിക്കറിയില്ല. ഒരു സുഖമാണത്. വല്ലവരെയും കൊല്ലുമ്പോൾ ഒരു ഭയങ്കരമായിട്ടൊരു സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അന്യൻ്റെ ദുഃഖത്തിൽ ഒരു വലിയൊരു സുഖം നമുക്ക് കിട്ടുന്നുണ്ട്. എന്താണെന്നറിയാം, ഒരു തലമുറ അങ്ങനെയായി വരികയാണ്. കണ്ണീരിന് പകരം എന്തോ സന്തോഷം എന്താണ് നമുക്ക് ലഭിക്കുന്നതെന്നറിയില്ല. ഞാനീ മരിച്ചു എന്ന് പറയുന്നത് നല്ല അസാധ്യമായ ബോധത്തോടു കൂടി പറയുന്ന ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് എടുക്കുന്ന സമയത്താണ്. അപ്പോൾ എന്നെ എന്ത് ചുമ വന്നാൽ പോലും ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് എടുത്തും. കാരണം ഡോക്ടറും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും. സലീം, അതാണ്, അതിനൊരു വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഒരുപാട് പേര് എനിക്ക് പരിചയമില്ലാത്ത ആളുകൾ ഇങ്ങനെ പടപടയെന്ന് പടക്കം പൊട്ടുന്ന വാരം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. 10-25 പേര് കൊച്ചു ഈ തുണി കൊണ്ട് മറച്ച റൂമിൽ ഞാൻ എൻ്റെ ഇടയ്ക്കാണ് അവിടെ ICUവിൽ. അവിടെ കയ്യെത്തും ദൂരത്ത് മരണം നിൽക്കുകയാണ്. എനിക്കറിയാം, ഒരിക്കലും ഞാനും ഇങ്ങനെ പോകേണ്ട ഒരാളാണെന്നറിയാം. കയ്യെത്തും ദൂരത്ത് ആരുമില്ല. നമ്മൾ ആർക്കൊക്കെയോ വേണ്ടിയോ ഈ ഭൂമിയിൽ കൊള്ളരുതായ്മകൾ ചെയ്തു, ആർക്കൊക്കെയോ വേണ്ടിയോ നമ്മൾ ഈ ഭൂമിയിൽ നന്മ ചെയ്തു. ആരുമില്ല, നമ്മൾ ഒറ്റക്ക് മാത്രം. നമുക്ക് പരിചിതമല്ലാത്ത കുറേ വെളുത്ത ഡ്രസ്സിട്ട കുറേ മാലാഹമാരും മറ്റു ഡോക്ടർമാരും മാത്രം. വേറെ ആരുമില്ല. നമ്മളോട് ഷെയർ പങ്കിട്ടവരില്ല, നമ്മൾ ജീവിതം ഷെയർ ചെയ്തവരില്ല, ആരുമില്ല. പക്ഷേ ഒരു പടിക്കപ്പുറത്തേക്ക് ഭാര്യയോ അച്ഛനോ അമ്മയൊക്കെ ഇരിപ്പുണ്ടാവും. പക്ഷെ അവർക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മാത്രമുള്ളൂ ഇവിടെ. എനിക്ക് ഞാൻ മാത്രമുള്ളൊരു തിരിച്ചറിവ് അന്ന് ഞാൻ അവസാനിപ്പിച്ചതാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ദുഷ്ടതകളോ മറ്റോ ഉള്ള മനസ്സ് പണ്ടേ ഉണ്ടായിട്ടില്ല. അഥവാ ചെറുതുപോലും ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാനുള്ള എൻ്റെ ഒരു നല്ലവനാകാനുള്ള തുടക്കമായിരുന്നു ഒരു പക്ഷേ ഈ ലോകം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കലും ഒരു കാരണം മോശ പ്രവൃത്തി ചെയ്താലും നല്ല പ്രവൃത്തി ചെയ്താലും ഇതൊക്കെയാണ് നമ്മുടെ അവസാനം എന്നെനിക്ക് മനസ്സിലായി. നേഴ്സുമാർ, നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന നേഴ്സുമാർ, അവർ നമുക്ക് കാണാൻ പോലും പകുതി മാസ്ക് ഇട്ടിട്ടാണ് അവർ വരുന്നത്. അവരുടെ രൂപം പോലും അറിയില്ല. അവർക്ക് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഉപകാരം ചെയ്തിട്ടില്ല. അറിയാം, ICUവിലെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം. കാരണം ICUവിൽ ഓൾറെഡി ഈ വെന്റിലേറ്ററിലൊക്കെ ആളുകൾ ഏകദേശം മരിച്ച മട്ടാണ്. പിന്നെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് മാത്രം എഴുതിയാൽ മതി.